എല്ലാവർക്കും ദി അനാലിസ്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള പോയമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വരി വെർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നുള്ളതാണ്. അപ്പോൾ ഫിയർ ആയിട്ടുള്ള മൈൻഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കുന്നതല്ല. അപ്പം ബ്രിട്ടീഷ് റൂൾ നമ്മൾ ഇന്ത്യൻസ് എല്ലാം അനുഭവിച്ചതാണ് ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് ഫിയർ നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ പോയറ്റ് പറയുന്നത്. നമ്മൾ അടുത്ത വരി നോക്കുകയാണെങ്കിൽ വെർ ദ നോളേജ് ഈസ് ഫ്രീ, അപ്പം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ വിദ്യാഭ്യാസം ബ്രിട്ടീഷ് റൂൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതും കൂടിയാണ് പോയിട്ട് പറയുന്നത്. വെർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. ഹിയർ ദ പോയറ്റ് ഡിസ്കസസ് ദ ഡിഫറെൻറ്റ് ഈവിൾസ് ദാറ്റ് വെർ അഫക്റ്റിംഗ് സൊസൈറ്റി അറ്റ് ദ ടൈം. The British adopted the divide and rule strategy and created rivalries among the different sections of society. The term narrow domestic walls describes the barriers the people have built based on their race, religion, caste, faith. It may where tireless striving stretches its arms towards perfection. ഇതിൽ ടയർലെസ് സ്ട്രീവിങ് എന്ന് പറയുന്നത് പെർസോണിഫൈഡ് ആണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. പെർസോണിഫൈഡ്, അപ്പോൾ ഈ ഒരു ഇത് പെർസോണിഫൈഡ് ആണ്, ടയർലെസ് സ്ട്രീവിങ് എന്നുള്ളത്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും ഒരു ഐഡിയൽ കൺട്രിക്ക് വേണ്ടി, ഒരു പെർഫെക്റ്റ് ഐഡിയൽ കൺട്രിക്ക് വേണ്ടി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ ഏതുവരെ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ, ഫ്രീഡം എന്ന് പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ പോരാടണം. നമ്മളെല്ലാവരുടെ മനസ്സിലും ഐഡിയൽ കൺട്രി എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടി നമ്മൾ പോരാടണം എന്നുള്ളതാണ് ഇതിലൂടെ പോയിട്ട് പറയുന്നത്. അടുത്തതിൽ പറയുന്നത് വെയർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ഡ്രൈറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. ഇതിലൂടെ പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഇതിനകത്ത് റീസണും ഹാബിറ്റും മെറ്റഫേഴ്സാണ്. അപ്പോൾ ഇതിൽ ക്ലിയർ സ്ട്രീം എന്ന് ഉദ്ദേശിക്കുന്നത് അൺപൊല്യൂട്ടഡ് ആൻഡ് പ്യുവർ മൈൻഡ്, അല്ലെങ്കിൽ കറപ്റ്റഡ് അല്ലാത്ത നല്ല പീപ്പിൾസിനെ പറ്റിയാണ്, ഫ്രീ ഓഫ് കറപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഈ പാസേജിൽ പറയുന്നത്. അവസാനത്തെ 3 വരിയിൽ പോയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പോയിട്ട് ആസ്ക് ചെയ്യുകയാണ് ഓൾ മൈറ്റിയോട് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇൻഡിപെൻഡൻസിലേക്ക്. അപ്പോൾ ഇതിനകത്ത് ഹി റെഫേർഡ് ടു ഫ്രീഡം ആസ് ഹെവൻ ആൻഡ് ഗോഡ് ആസ് ദ ഫാദർ. അപ്പോൾ ഇതിനകത്ത് ഫ്രീഡത്തിനെ സ്വർഗമായിട്ടും അതുപോലെ തന്നെ ദൈവത്തിനെ ഫാദറായിട്ടുമാണ് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് പറയുകയാണ് ജനങ്ങളോട്, പീപ്പിൾസിനോട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ഈ ഗ്ലോറിയസ് പ്ലേസിലെത്താൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടിയാണ് ഈ പോയം അവസാനിക്കുന്നത്. വളരെ ചെറിയൊരു പോയമാണ്, 11 ലൈൻസേ ഉള്ളൂ. ഈ 11 ലൈൻസും സ്റ്റാൻസായിട്ട് ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഒറ്റ സ്റ്റെപ്പിലാണ് ഇത് പോയിട്ടുള്ളത്. ഞാനിതിനകത്ത് പോയം കൊടുത്തിരിക്കാം, എല്ലാവരും ഒന്ന് വായിക്കണം. പോയം വായിച്ച് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പോകാവുള്ളൂ. ഇതൊരു സമ്മറി മാത്രമാണ്, ഇതിനെക്കാട്ടിയും എത്രയോ ഉപരിയായിരിക്കും പോയം. അപ്പോൾ നിങ്ങൾ ആ പോയംസൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാം.